Hello dear friends, welcome back to our channel. ഇന്ന് ഞാനൊരു ബട്ടർ നാൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് ഈസ്റ്റ് ഒന്നും ചേർക്കാത്ത ബട്ടർ നാനാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ബട്ടർ നാൻ എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം വരുന്ന തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ ആക്കി വെക്കണം കേട്ടോ. ബട്ടർ നാൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അതും ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈരൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഒരു 1/2 കപ്പാണ്. ആദ്യം കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്തിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതിനി ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ. ഒരു അരമണിക്കൂറിന് ശേഷം ഇപ്പോൾ ഇത് നന്നായിട്ട് മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. നമുക്കിതിൽ ബോൾസ് പിടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 5 ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് പരത്തിയെടുക്കണം. ഇനി ഓരോ ബോൾസായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പലകയുടെ മുകളിൽ കുറച്ച് പൊടി വിതറിയ ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത് ഒരു ഓവൽ ഷേപ്പിലാണ് പരത്തിയെടുക്കേണ്ടത്, റൗണ്ട് ഷേപ്പിലല്ല. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കറുത്ത എള്ളുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ഗാർലിക് നാനായി കേട്ടോ. ഇപ്പോൾ ഞാൻ രണ്ടും ചെയ്തെടുക്കുന്നുണ്ട്, കാണിക്കുന്നില്ല എന്ന് മാത്രം. എനിക്ക് ഗാർലിക് നാനാണ് കുറച്ചും കൂടി ഇഷ്ടമായത്. എനിക്ക് വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഗാർലിക് നാനാണ് ഞാൻ പ്രിഫർ ചെയ്തത്. ഇനി നമുക്ക് ഒരു സൈഡിലേക്ക് നന്നായിട്ട് വെള്ളം തടവി കൊടുക്കാം. നമ്മൾ കുക്കറിലാണ് കേട്ടോ ബട്ടർ നാൻ ഉണ്ടാക്കുന്നത്. നന്നായിട്ട് കുക്കർ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഈ കൈ പൊള്ളാതെ വേണം ഇതിലേക്ക് ഒട്ടിച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ച് കുക്കറൊന്ന് ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം, ലോ ഫ്ലെയിമിലാക്കി വെക്കണം. അതിനുശേഷം ഇത് തിരിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 1 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബട്ടർ നാൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളി ബട്ടർ നാൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെയാണ്. ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ ബട്ടർ നാൻ ഉണ്ടാക്കിയെടുത്തൂലേ. നമുക്ക് തന്തൂരി അടുപ്പ് ഒന്നും വേണ്ട. നമുക്ക് ബട്ടർ നാൻ കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിലാണ് ഈ ബട്ടർ നാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ഫോണിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ദിവസം കാണാം. താങ്ക് യു.